Hello guys, welcome back to my YouTube channel. Hi, I am Krishna Priya, second professional BAMS student of BPSV Ayurveda College. അപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ BAMS ആണ് പഠിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും എങ്ങനെയാണ് അഡ്മിഷൻ പ്രോസസ്സിനൊക്കെ കുറിച്ചിട്ട്. അപ്പോൾ ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് ഈ വീഡിയോ. ഐ ഡോണ്ട് വോണ്ട് ടു മേക്ക് ദിസ് വീഡിയോ വെരി ലോങ്. അപ്പം പറയേണ്ട കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ, പക്ഷേ ഷോർട്ട് ആക്കിക്കൊണ്ട് ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരാം. ആൻഡ് ഐ നോ ദർ ആർ സോ മെനി പീപ്പിൾ ഹു ആർ ഫ്രം അതർ സ്റ്റേറ്റ് വാച്ചിങ് ദിസ് വീഡിയോ. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട് related to BAMS or courses in Kerala, you can just DM me in my Instagram. Okay, my Instagram page is in the description. So first thing, എങ്ങനെയാണ് BAMSന്റെ അഡ്മിഷൻ ഇസ് ത്രൂ നീറ്റ് ഇറ്റ് സെൽഫ്. സാധാരണ ഒരു MBBS കോഴ്സിനുള്ള അഡ്മിഷൻ പോലെ തന്നെയാണ് BAMSന്റെ അഡ്മിഷൻ വരുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് സാധാരണ നമ്മൾ റാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്നു. റാങ്ക് ഡീറ്റെയിൽസിന് MBBS അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഒരു ഓപ്ഷനായിട്ട് നമ്മൾ BAMS വെക്കുന്നു. ഐ നോ സോ മെനി പീപ്പിൾ ആർ റൈറ്റിംഗ് നീഡ് ഫോർ ടു ഗെറ്റ് MBBS അല്ലേ. അല്ലാണ്ട് ഇൻറ്റൻഷനലി BAMS എടുത്ത് വരുന്നവർ ടു ബി ഫ്രാങ്ക് കുറവായിരിക്കും. അപ്പോൾ അടുത്തൊരു ഓപ്ഷനായിട്ട് നമ്മൾ BAMS വെക്കും. നമുക്ക് കീം റാങ്ക് ലിസ്റ്റ് വരികയാണെങ്കിൽ കീമിൻ്റെ ലിസ്റ്റ് അനുസരിച്ച് അതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് അനുസരിച്ച് നമ്മൾ വെക്കുന്നു. അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ആണെങ്കിൽ ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റ് അലോട്ട്മെൻറ്റ് നടക്കുന്ന സമയത്ത് നമ്മളത് വെക്കുന്നു. അങ്ങനെ തന്നെയാണ് പോകുന്നത്. 80% ഓഫ് നമ്മുടെ സ്റ്റേറ്റ് സീറ്റും അതുപോലെ തന്നെ 20% ഓൾ ഇന്ത്യ സീറ്റും ആയിരിക്കും ഉണ്ടാവുക. എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ BAMS ബാച്ചിൽ 63 ആണ് ഒരു ഗവൺമെൻറ് സ്ട്രെങ്ത് വരുന്നത്. സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ വേരി ചെയ്യും. അപ്പോൾ ആ 60%-ൽ 80% നമ്മൾ കേരളീസ് തന്നെയായിരിക്കും. ബാക്കി 20% നമുക്ക് അതർ സ്റ്റേറ്റ് സ്റ്റുഡൻസ് നമ്മുടെ കൂടെ ഉണ്ടാവും. ഇനി അടുത്തത് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഞാനിവിടെ ഒരു പോസ്റ്റർ ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാനിവിടെ കൊടുക്കാം. അതർവൈസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും ഇടാം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വിത്ത് കാറ്റഗറി അത് ഡിഫർ ചെയ്യും. ഒരു സേഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു 15K അല്ലെങ്കിൽ 12K to 15K കേരള റാങ്ക് ആയിരിക്കും ഒരു സേഫർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് BAMSൽ എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്, എങ്ങനെയാണ് MBBS BAMS ഡിഫർ ചെയ്ത് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നമുക്കൊരു കോഴ്സ് തുടങ്ങുമ്പോൾ തന്നെ, ഫസ്റ്റ് ഇയറിലെ കോഴ്സ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒരു 15 days ഓറിയൻറ്റേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ നമുക്ക് BAMSനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും ഒന്ന് കൺസൈസ് ചെയ്ത് തരുന്ന പോലെ നമ്മുടെ കോളേജിലത്തെ ഫാക്കൽറ്റീസും അല്ലാതെ പുറത്ത് ഉള്ള ഫാക്കൽറ്റീസും ഒക്കെ വന്നിട്ട് നമുക്കൊരു ക്ലാസ് തരും 15 ദിവസം. അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് 15 days ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കൊരു ബെയർ ഐഡിയ കിട്ടും നമുക്ക് എങ്ങനെയാണ് BAMSന്റെ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഫസ്റ്റ് ഇയറിനെ കുറിച്ച് തന്നെ പറയാം. ഫസ്റ്റ് ഇയറിൽ എനിക്കറിയാതെ പോയ കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഞാൻ കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസ് തപ്പിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ ഒരു ജെന്യൂൻ ആയിട്ടുള്ള മലയാളം വീഡിയോസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് വീഡിയോസ് ഉണ്ട്, ബട്ട് മലയാളത്തിലൊരു വീഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കണ്ടന്റ് ആയിരിക്കും ഇത്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ള 5 സബ്ജക്റ്റാണുള്ളത്. അതായത് അനാറ്റമി, ദാറ്റ് ഇസ് രചന ശരീര, ഫിസിയോളജി ക്രിയാശരീര, ആൻഡ് സാൻസ്ക്രിറ്റ് നമുക്കൊരു സബ്ജക്റ്റ് ആയിട്ട് പഠിക്കാനുണ്ട് ഫസ്റ്റ് ഇയറിൽ. അത് കഴിഞ്ഞിട്ട് പദാർത്ഥ വിജ്ഞാനം, ദാറ്റ് ഇസ് ആയുർവേദ ഫിലോസഫി. അത് കഴിഞ്ഞ് പഠിക്കാനുള്ളതാണ് സംഹിത നമുക്ക് 5 വർഷവും പഠിക്കേണ്ട സബ്ജക്റ്റാണ്. 5 വർഷവും നമ്മുടെ കൂടെയുള്ള സബ്ജക്റ്റാണ് സംഹിത. ഓക്കെ, അതേപോലെ നമുക്ക് സാൻസ്ക്രിറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഫസ്റ്റ് ഇയറിൽ സബ്ജക്റ്റായി പഠിക്കുമ്പോൾ സാൻസ്ക്രിറ്റ് ഈസ് നോട്ട് വെരി ഒരു പഠിച്ചാൽ പറ്റാത്ത ഒരു സബ്ജക്റ്റ് ഒന്നുമല്ല. നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്ത് പാസ്സാവാനും പറ്റും. ആൻഡ് സാൻസ്ക്രിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ BAMS ത്രൂ ഔട്ട് അത് നല്ല റോള് പ്ലേ ചെയ്യുന്നുണ്ട്. കാരണം എന്നോട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇയറിൽ മാത്രമേ നമുക്ക് സാൻസ്ക്രിറ്റ് പഠിക്കാനുള്ളൂ, പിന്നെ ഒന്നും അങ്ങനെ ഒരു നമുക്ക് ഇംഗ്ലീഷിലും എഴുതാൻ ആൻസർ എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ശ്ലോകം പഠിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്ലോകംസ് പഠിച്ചു പോകേണ്ടത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ സാൻസ്ക്രിറ്റ് ഇസ് ഒരു വൈറ്റൽ ഫാക്ടർ തന്നെയാണ്. ഭയങ്കര നോളജ് വേണമെന്നില്ല, ബട്ട് നമുക്കൊന്ന് ശ്ലോകം പഠിച്ച് മനസ്സിലാക്കാനുള്ളൊരു സ്കിൽ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം. പിന്നെ MBBSൻ്റെ ഫസ്റ്റ് ഇയർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അനാട്ടമി, ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി ആണ്. അവർക്കൊരു 1 വർഷത്തിൻ്റെ കോഴ്സാണ്. പിന്നെ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു BAMS ഹോൾ 5.5 ഇയറിനെ നമുക്ക് 4.5 ഇയേഴ്സ് നമ്മുടെ കോഴ്സും 1 ഇയർ ഇൻറ്റേൺഷിപ്പുമാണ്. ആ 4.5 ഇയർ നമുക്ക് ഫസ്റ്റ് ഇയർ 1.5 ഇയർ, സെക്കൻഡ് ഇയർ 1.5 ഇയർ, തേർഡ് ഇയർ 1.5 ഇയർ. അപ്പോൾ എക്സാംസിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് 1.5 ഇയർ എന്ന് പറയുന്നത് നമുക്കൊരു 3 month ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ 3 monthൻ്റെ എൻഡിൽ നമുക്കൊരു PA ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടൊരു 6 month കഴിയുമ്പോൾ നമുക്കൊരു ടേം എക്സാം ഉണ്ടാകും. അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം. അപ്പോൾ എത്ര നമ്മൾ പഠിക്കേണ്ടതെന്ന് വിചാരിച്ചാൽ നമ്മൾ എങ്ങനെയെങ്കിലും ഈ എക്സാമിൻ്റെ ടൈമിൽ നമ്മൾ പഠിച്ചു പോകും. ഓക്കെ, അപ്പം ഫസ്റ്റ് ഒരു 3 month ഒരു PA, അടുത്ത 3 month ഒരു PA, അങ്ങനെ 9 PAs പ്ലസ് 2 ടേം എക്സാം കഴിഞ്ഞിട്ടാണ് നമ്മൾ യൂണിവേഴ്സിറ്റി എഴുതാൻ പോകുന്നത്.
ഇതാണ് തിയറീൻ്റെ കാര്യം. പ്രാക്ടിക്കൽ നമുക്ക് ഈ ഒരു പി എൻ്റെ കൂടെ അങ്ങനെ നടത്താറില്ല, പക്ഷെ നമുക്ക് പ്രാക്ടിക്കലിന് ക്ലാസ്സസ് പോകുന്നുണ്ടാവും. അത് നമുക്ക് ഫിസിയോളജി, അനാട്ടമിയാണ് മെയിൻ ആയിട്ടുള്ള പ്രാക്ടിക്കൽ വരുന്നത്. അനാട്ടമിയിൽ നമുക്ക് ഡൈസെക്ഷൻ ഉണ്ട്. ഓക്കെ, അതെനിക്ക് അറിയുണ്ടായിരുന്നില്ല, ഇവിടെ വന്നിട്ടാണ് അറിഞ്ഞത്. ഡൈസെക്ഷൻ ഉണ്ട്, നമ്മളൊരു കെഡാവർ വെച്ചിട്ട് തന്നെയാണ് ഹോൾ തിങ് പഠിക്കുന്നത്. പിന്നെ നമ്മുടെ BAMS കോഴ്സിൽ 63 സ്ട്രെങ്ത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു കെഡാവർ മതി ഒരു ബാച്ചിന്. പക്ഷേ MBBS വരുമ്പോൾ അവരുടെ സ്ട്രെങ്ത് കൂടുതലാണ്, അപ്പം 2-3 കെഡാവർ അവർ പഠിക്കാറുണ്ട്. ബട്ട് നമ്മൾ പഠിക്കുന്നത് 2 ബാച്ചാക്കിയിട്ട്, ക്ലാസ്സിനെ 2 ബാച്ചാക്കി ഡിവൈഡ് ചെയ്ത് ഒരു കെഡാവറിൽ തന്നെയാണ് നമ്മൾ പഠിക്കാറുള്ളത്. പിന്നെ ഫിസിയോളജി ലാബിൽ നമ്മൾ ബ്ലഡിൻ്റെത് പഠിക്കും. പിന്നെ അതേപോലെ തന്നെ കുറേ ഇൻസ്ട്രുമെൻസിൻ്റെ പേര്, അങ്ങനെ കുറച്ച് സംഭവങ്ങളാണ് നമ്മൾ ഫിസിയോളജിയിൽ പഠിക്കുന്നത്. പിന്നെ നമുക്ക് പ്രാക്ടിക്കൽ വരുന്നത് സംഹിതയ്ക്കും സാൻസ്ക്രിറ്റിനുമാണ്. അതിന് പ്രാക്ടിക്കലായിട്ടല്ല, നമുക്ക് വൈവ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. പ്രാക്ടിക്കൽ മാർക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വൈവ മാർക്സ് ആയിട്ടായിരിക്കും എടുക്കുന്നുണ്ടാവുക. അതാണ് ഒരു ഫസ്റ്റ് ഇയറിൻ്റെ തിയറി ആൻഡ് പ്രാക്ടിക്കൽ സെഷൻ എന്ന് പറയുന്നത്. ഡൈസെക്ഷൻ ഉണ്ട്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, കുറേ പേർക്ക് അതറിയില്ല. പിന്നെ ശ്ലോകങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന്. ഫസ്റ്റ് നമുക്ക് എന്തായാലും ഒരു പുതിയൊരു ലാംഗ്വേജിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ആദ്യത്തെ 2 മാസമൊക്കെ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ അത് കഴിഞ്ഞ് നമ്മളത് മഗപ്പ് ചെയ്ത് എടുത്തോളും. പിന്നെ കൺസെപ്റ്റ് ലേണിംഗ് ആണ് നമ്മുടെ കോളേജിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നത്. നമ്മൾ ഇവിടെ ഞാൻ പഠിക്കുന്ന കോളേജിൽ ടീച്ചേഴ്സ് ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്യാറ് ശ്ലോകത്തിനേക്കാളും കൺസെപ്റ്റ് ലേണിംഗ് ആണ്. ചില കോളേജസിൽ എല്ലാ ശ്ലോകവും പഠിക്കണം എന്ന് നിർബന്ധം ഉണ്ടാവും. ശ്ലോകം വേണം, എന്നാലും നമ്മളൊരു തിയറി പേപ്പർ എഴുതുമ്പോൾ ആ പേപ്പർ നമ്മൾ വേറെ കോളേജിൽ നമ്മളെ ഔട്ട്സ്റ്റാൻഡ് ചെയ്ത് നിർത്തുള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ കൺസെപ്റ്റ് ലേൺ ചെയ്തിട്ടാണ് നമ്മൾ ആയുർവേദം എന്നുള്ളൊരു കോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ പഠിക്കേണ്ടത്. പിന്നെ നമ്മുടെ സിലബസ് വളരെ റീസെൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തൊരു സിലബസാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഫൈനൽ ഇയർ എഴുതുന്ന ഞങ്ങളുടെ സീനിയേഴ്സ്, അവർക്ക് 1 ഇയർ ആയിരുന്നു ഓരോ വർഷം വരുന്നത്. ഫൈനൽ ഇയർ മാത്രം 1.5 ഇയർ. പക്ഷെ നമ്മൾ വരുമ്പോൾ അങ്ങനെയല്ല, ഓരോ ഇയറും 1.5 ഇയറാണ്. ഓരോ പ്രൊഫഷണൽ ഇയറും 1.5 ഇയർ ആണ്. അപ്പോൾ സിലബസ് എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ഒരു ടേം ഉണ്ടാവും, സെക്കൻഡ് ഒരു ടേം ഉണ്ടാവും, തേർഡ് ടേം ഉണ്ടാവും. അങ്ങനെ 3 ടേംസ് ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അതിൽ ഓരോ ടോപ്പിക്കിലും മസ്റ്റ് നോ ടോപ്പിക് ഉണ്ട്, ഡിസൈറബിൾ ടു നോ ടോപ്പിക് ഉണ്ട്, നൈസ് ടു നോ ടോപ്പിക് ഉണ്ട്. പക്ഷേ ഇങ്ങനെ പറഞ്ഞാലും മോസ്റ്റ് ഓഫ് ദ ടോപ്പിക്കും മസ്റ്റ് നോ ആണ്, നമ്മൾ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കാണ്. ഈ മസ്റ്റ് നോ ടോപ്പിക് എന്നായിരിക്കും നമുക്ക് 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ. പിന്നെ ഡിസൈറബിൾ ടു നോയിൽ മാൻഡറ്ററി ആയിട്ട് ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരും. 5 മാർക്കിന് മാത്രമേ അത് ചോദിക്കുള്ളൂ, പക്ഷേ ആ ഒരു ടോപ്പിക്കിൽ നിന്നായിരിക്കും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത. പിന്നെ നൈസ് ടു നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MCQ. നമ്മുടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് 20 MCQ, 8 SAQ, അതായത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 3 LAQ, ദാറ്റ് ഈസ് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ്. പിന്നെ കുറേ പേരുടെ സംശയം, നമുക്ക് മോഡേൺ എന്താണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത്. നമ്മൾ അനാട്ടമി പഠിക്കുമ്പോഴും ഫിസിയോളജി പഠിക്കുമ്പോഴും നമ്മൾ എല്ലാ ആസ്പെക്ട്സ് ഓഫ് മോഡേണും പഠിച്ചിട്ടാണ് അനാട്ടമി ഫിസിയോളജിയും ഫസ്റ്റ് ഇയർ തീർക്കുക. സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോഴും നമ്മളിപ്പോൾ ഒരു കേസ് എടുക്കുമ്പോൾ നമ്മൾ മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങളും ഡയഗ്നോസിസും പഠിച്ചിട്ട് തന്നെയാണ് നമ്മൾ പിന്നീട് നമുക്ക് ആയുർവേദ ഡയഗ്നോസിസിലേക്കും മെഡിസിൻസിലേക്കും പോവാം. അപ്പോൾ മോഡേണിന് നമുക്കൊരു ഈക്വൽ വെയിറ്റേജ് ആയുർവേദത്തിലുണ്ട് ഇൻ ഓൾ സെൻസ്. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് നോക്കുകയാണെങ്കിലും എക്സ്റേ നോക്കിയിട്ട് തന്നെയാണ് ചെയ്യുക, ഫ്രാക്ചർ ഉണ്ടെങ്കിലും. അതുപോലെ തന്നെ അവർ കഴിക്കുന്ന മോഡേൺ മെഡിസിൻ്റെ പേര് ചോദിച്ചിട്ട് തന്നെയായിരിക്കും നമ്മൾ ഇവിടെ ഡയഗ്നോസ് ചെയ്യുമ്പോഴും എഴുതുന്നത്. കാരണം അവർ കഴിച്ച ആ മെഡിസിനെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള മെഡിസിൻ നമ്മൾ ഇവിടുന്ന് കൊടുക്കരുതല്ലോ. അതനുസരിച്ച് തന്നെയാണ് എല്ലാ ഡയഗ്നോസിസും നമ്മൾ ചെയ്തു പോകുന്നത്. പിന്നെ മെഡിസിൻസ് ആൻഡ് തിയറി വരുമ്പോൾ നമ്മൾ പ്യുവർലി ആയുർവേദ റിലേറ്റഡ് ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. ഇതൊക്കെയാണ് നമ്മുടെ ഒരു കോഴ്സ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. നമുക്കൊരു റിയാലിറ്റി ആയിട്ട് സംസാരിക്കാനാണെങ്കിൽ ആയുർവേദത്തിൽ നമുക്ക് കുറേ എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം, അങ്ങനെ കുറേ ഡൗട്ട്സ് ഉണ്ടാവും അല്ലേ. ആക്ച്വലി ഞാൻ വന്ന സമയത്തും ആര് വരുമ്പോഴാണെങ്കിലും നമ്മൾ +2 വരെ പഠിച്ചത് ഫുള്ളി മോഡേൺ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആയുർവേദത്തിലേക്ക് വരുമ്പോൾ ചില കൺസെപ്റ്റുകൾ നമുക്ക് ഡൈജസ്റ്റ് ആവില്ല, അത് ഉറപ്പായിട്ടുള്ള കാര്യം. കാരണം ഇത് ഭയങ്കര ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സയൻസാണ്. അപ്പം അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കുറേ കൺസെപ്റ്റ് നമുക്ക് ഇതെന്താ എങ്ങനെയെന്ന് തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മളത് മോഡേൺ ആയിട്ട് കോറിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസിയർ ആയിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്, നമ്മൾ നീറ്റിന് പഠിച്ചിട്ടുണ്ടാവുക അഫ്കോഴ്സ് MBBS കിട്ടണം എന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പം നമ്മളൊരു ഓൾട്ടർനേറ്റ് പാത്തായിട്ട് തന്നെയായിരിക്കും BAMSന് വന്നിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഒരിക്കലും MBBSൻ്റെ ബാരിയർ കൊണ്ട് BAMSലേക്ക് വരരുത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് പെർസ്യൂ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കണം, നമുക്ക് ഈ ഒരു കോഴ്സ് കിട്ടി, ഇതിൽ നന്നായിട്ട് ചെറിഷ് ചെയ്യാനുള്ള വേസ് എന്താണെന്ന് നോക്കിയിട്ട് നമ്മുടെ ക്യാമ്പസിനെയും നമ്മുടെ റിസോഴ്സസിനെയും മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് പഠിക്കാൻ നോക്കുക. അതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം. MBBS ചില കാരണങ്ങൾ കൊണ്ട് കിട്ടിയില്ല, ഐ ക്യാൻ റിലേറ്റ് ടു ഇറ്റ്. കാരണം ഞാൻ 3 ഇയർ ഡ്രോപ്പായിരുന്നു. ആ 3rd ഇയറിൽ എനിക്ക് BAMS എന്നുള്ളൊരു ഓപ്ഷനിൽ ഞാൻ തീരുമാനിച്ചിട്ട് ഞാൻ വന്ന ഒരാളാണ്. സോ ഐ ക്യാൻ റിലേറ്റ് ടു ഇറ്റ്. ആദ്യത്തെ കുറച്ചൊരു 6 മാസമൊക്കെ ഭയങ്കര ഹാർഡായിരിക്കും, നമുക്ക് ആ ഒരു ഇത് മൈൻഡിൽ നിന്ന് പോവില്ല.
കുറേ ഫ്രണ്ട്സൊക്കെ BAMS കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ല MBBS കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് നമുക്ക് ഹേർട്ടാവും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ബട്ട് ലേറ്റർ ഓൺ നമ്മൾ അതായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ട് നമ്മൾ നല്ല രീതിയിൽ അത് ചെറിഷ് ചെയ്യണം. നമുക്ക് നല്ല രീതിയിലൊരു ഫ്യൂച്ചർ ഇതിൽ നിന്ന് ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നമ്മൾ ഇരിക്കണം. ഓക്കെ. പിന്നെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ അക്കാഡമിക് റിലേറ്റഡ് ആക്ടിവിറ്റീസ് വരാറുണ്ട്, അല്ലാത്ത ആക്ടിവിറ്റീസ് വരാറുണ്ട്, സ്പോർട്സ് വരാറുണ്ട്. അക്കാഡമിക് റിലേറ്റഡ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കുറേ പ്രോഗ്രാംസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ KUHS തന്നെ കുറേ റിസർച്ചസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് ചെയ്യാം. നമ്മുടെ കോളേജിൽ നിന്ന് ടീച്ചേഴ്സ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും അതിനൊക്കെ. പിന്നെ വേറെന്താ, YIP യങ് ഇന്നൊവേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് എല്ലാ കോളേജിലും ഉണ്ടാകുന്ന കേട്ടോ. കേരളത്തിൽ മെഡിക്കൽ മാത്രമല്ല എല്ലാ കോളേജസിലും ഉണ്ടാകുന്നതാണ്. അതിൽ വേണമെങ്കിൽ പോകാം. ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് BAMS കഴിയുമ്പോൾ നമുക്കൊരു ഒരു ആഡ് ഓൺ ആണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടെ നമുക്ക് വേറെ ഒരു പാത്തിലേക്ക് പെർസ്യൂ ചെയ്യുമ്പോൾ അത് നമുക്കൊരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള സംഭവമായിട്ട് നിൽക്കും. പിന്നെ ഡ്രസ് കോഡ് ഉണ്ടോ, അത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഡ്രസ് കോഡ് ഉണ്ടോ, എങ്ങനെയാണെന്നൊക്കെ. ഡ്രസ് കോഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ഡ്രസ്സ് ചെയ്യണം. കുർത്താസാണ്. ഇപ്പം ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് വന്നിട്ട് വീഡിയോ എടുക്കുകയാണ്, അപ്പം ഞാൻ കുർത്തയാണ് ഇട്ടിരിക്കുന്നത്. നീ ലെങ്ത് ഉള്ള ടോപ്സ്, അതാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ കോളേജിലേക്ക് നമ്മൾ ഫസ്റ്റ് ഇയർ തിയറി ക്ലാസ്സസിന് പോകുമ്പോഴൊന്നും അങ്ങനെ ആരും നോട്ട് ചെയ്യില്ല. മെയിനായിട്ട് OPയിൽ പോകുമ്പോഴാണ് കുറച്ചുകൂടെ സ്ട്രിക്റ്റ്. എന്ന് വെച്ചാൽ നമ്മൾ പേഷ്യൻ്റെ മുമ്പിൽ പ്രസൻറ്റബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. നമ്മുടെ കോളേജ് എന്ന് പറയുമ്പോൾ നല്ല നമ്പർ ഓഫ് പേഷ്യൻസ് വരുന്ന ഒരു ഹോസ്പിറ്റലാണ് നമ്മുടെ. അപ്പോൾ അവിടെ നമ്മളെ കണ്ടിട്ട് നമ്മളൊരു ഡോക്ടറാണെന്ന് തോന്നണം. നമ്മൾ ചികിത്സിക്കാൻ പോകുന്ന പേഷ്യൻസിന് നമ്മൾ സെക്കൻഡ് ഇയറോ തേർഡ് ഇയർ ആണോ എന്നൊന്നും അറിയില്ല. അവരുടെ മുമ്പിൽ നമ്മൾ ഡോക്ടേഴ്സാണ്. അപ്പം നമ്മൾ ആ രീതിയിൽ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യണം. പിന്നെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ നമുക്ക് കാര്യമായിട്ടുള്ള ട്രിപ്പുകളൊന്നുമില്ല. നമ്മൾ വേണമെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ട്രിപ്പ് പോകണം. അപ്പോൾ അതായിട്ടായിരിക്കും നമ്മുടെ ബാച്ച്മേറ്റ്സ് ആയിട്ട് ട്രിപ്പ് പോകുന്നതായിരിക്കും ഫസ്റ്റ് ഇയറിൽ നടക്കുന്ന കാര്യം. പിന്നെ സെക്കൻഡ് ഇയറിൽ നമുക്കൊരു കുറേ ട്രിപ്പുകൾ വരാറുണ്ട്. എന്ന് വെച്ചാൽ ഫാർമസി വിസിറ്റിൻ്റെ ട്രിപ്പ്, അതേപോലെ കുറേ അക്കാഡമിക് റിലേറ്റഡ് ട്രിപ്പുകൾ വരാറുണ്ട്. അല്ലാതെ കോളേജായിട്ട് ഒരു ട്രിപ്പ് കൊണ്ടുപോകാനുള്ള ചാൻസസ് ഉണ്ടാവില്ല. നമ്മളായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് പോകുന്നതിന് അവരൊന്നും പറയൂല. പക്ഷെ ലീവൊക്കെ എടുത്ത് പോവുകയാണെങ്കിൽ നമ്മൾ കോളേജിൽ അറിയിക്കേണ്ടി വരും. ഇനി നമുക്ക് കോഴ്സ് അല്ലാണ്ട് വേറെ കുറേ ഫാക്ടേഴ്സ് നമ്മുടെ കോളേജ് ലൈഫിൽ ഉണ്ടാവുമല്ലോ, അതിനെക്കുറിച്ച് സംസാരിക്കാം. ആദ്യമായിട്ട് ആർട്സ് ഉണ്ടാവുമോ എന്നുള്ളത്. ആർട്സ് ഡെഫിനറ്റ്ലി ഏകദേശം എല്ലാ കോളേജിലും ഉണ്ടാവും കേട്ടോ. ഒരു ഗവൺമെൻറ് കോളേജിലാണ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് KUHS, അതായത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ കോളേജസിൻ്റെയും ഒരു ഇൻ്റർ സോൺ ഉണ്ടാകും. അപ്പോൾ അതിനെന്തായാലും നമ്മുടെ കോളേജിൽ നിന്ന് ഈ VPSV ആയുർവേദ കോളേജിൽ നിന്ന് പോവാറുണ്ട്. അതേപോലെ അല്ലാത്ത രീതിയിലുള്ള പ്രോഗ്രാംസ്, സാധാ ഓണം, ക്രിസ്മസ്, ഇതൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അതേപോലെ കുറേ പ്രോഗ്രാംസ് എന്തായാലും കോളേജ് ലൈഫിൽ വരും. പക്ഷെ നിങ്ങളുടെ സെൽഫ് ഫിനാൻസിങ് MBBS കോളേജുകൾ നടത്തുന്ന പ്രോഗ്രാമിൻ്റെ ലെവലൊന്നും വിചാരിച്ച് ഇങ്ങോട്ട് വരരുത്. അപ്പോൾ ലൊക്കാലിറ്റിയാണ്. ലൊക്കാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ കോളേജ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. തിരൂർ റെയിൽവേ സ്റ്റേഷനാണ് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. അവിടെ നിന്ന് ഒരു 30 minutes ആണ് നമ്മുടെ കോളേജിലേക്കുള്ളത്. മലപ്പുറത്തു നിന്നൊരു 30 to 40 minutes ആണ് ബൈ ബസ് ഉള്ളത്. ആൻഡ് ഈ ഏരിയ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ആക്സസ് എല്ലാത്തിനും ഉണ്ട്. ടൗണിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ കോളേജ് ഉള്ളത്. കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഭയങ്കര ഉള്ളിലേക്കുള്ളൊരു സ്ഥലമൊന്നുമല്ല. നെക്സ്റ്റ്, സ്ട്രിക്ട്നെസ് ഓഫ് കോളേജ്. നമ്മളൊരു ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് കാണേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ, ഇനി തൊട്ട് നമ്മൾ സ്കൂളിൽ പോലെയല്ല. നമ്മളെ ഗൈഡ് ചെയ്യാനോ നമ്മുടെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തിരുത്തി നേരെ വഴിക്ക് കൊണ്ടുവരാനൊന്നും പലരും ടീച്ചേഴ്സ് ആണെങ്കിൽ അവരൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ജോലി നോക്കുന്നവരാണ്. അപ്പോൾ അവരങ്ങനെ അതിന് വേണ്ടി നിൽക്കില്ല. മറ്റേ സ്കൂൾ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ മാത്രം അവർക്ക് ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ എന്ന് പറഞ്ഞാൽ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അവർക്ക് OP പോകണം, അതേപോലെ ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങൾ നോക്കണം, അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ നോക്കണം എന്നൊക്കെ പറയുന്നത് ദാറ്റ് വിൽ ബി ഹെക്ടിക് ടു ദം. അപ്പം നമ്മളൊരു 18 വയസ്സ് കഴിഞ്ഞ ആൾക്കാരായിരിക്കുമല്ലോ ഇവിടെ വരുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. സ്ട്രിക്റ്റ്നെസ് ഇൻ ദ സെൻസ് അറ്റൻഡൻസിൻ്റെ കാര്യം നോക്കുന്നുണ്ടാവും, അതേപോലെ ഭയങ്കരമായിട്ട് മാർക്കൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടാവും. അല്ലാതെ എല്ലാ ഫാക്ടേഴ്സും നോക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതിനവരൊരു സ്ട്രിക്ട്നെസ് പിടിക്കുകയോ അല്ലെങ്കിൽ പുറത്ത് വിടാതിരിക്കുകയൊന്നും ചെയ്യൊന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ് സ്ട്രിക്ട്നെസ്സിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മളെ മര്യാദയ്ക്ക് നോക്കി നിന്ന് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബെറ്റർ ടു അവർ സെൽഫ്. ടീച്ചേഴ്സിൻ്റെ അടുത്താണെങ്കിലും നല്ല രീതിയിലൊക്കെ നിൽക്കുക. എന്തെങ്കിലുമൊക്കെ അവർ ചീത്ത പറഞ്ഞാലും നമ്മൾ ഒരു റെസ്പെക്റ്റോട് കൂടെ വേണം. ഒന്നാമതൊരു ഡോക്ടറായിട്ട് പ്രൊഫഷനിൽ നിൽക്കണവരാണ്. അപ്പോൾ അതിൻ്റെ റെസ്പെക്റ്റ് എന്തായാലും കൊടുക്കണം. അപ്പോൾ ടീച്ചറും കൂടെ ആകുമ്പോൾ ഒരു പൊടിക്ക് മുകളിൽ അവരെ റെസ്പെക്റ്റ് ചെയ്ത് നിൽക്കണം. പക്ഷേ ഭയങ്കര ബാഡായിട്ടുള്ള, അതിപ്പോൾ സീനിയേഴ്സിൻ്റെ അടുത്തുനിന്നാണെങ്കിലും ടീച്ചേഴ്സിൻ്റെ അടുത്താണെങ്കിലും ഭയങ്കര നിങ്ങളെ ഹറാസ് ചെയ്യുന്ന രീതിയിലൊക്കെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് അതോറിറ്റീസിൻ്റെ അടുത്ത് അറിയിക്കുകയും വേണം.
അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ എല്ലാ കോളേജിലും അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളുടെ ഒരു ഇതായിരിക്കും റാഗിങ് ഉണ്ടോ എന്ന്. നമ്മുടെ കോളേജ് ഇസ് കംപ്ലീറ്റ്ലി റാഗിങ് ഫ്രീ. ആൻറ്റി റാഗിങ് പ്രോട്ടോക്കോൾ നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്ന കോളേജാണ്. സീനിയേഴ്സ് അങ്ങനെ റാഗ് ചെയ്യാനായിട്ടൊന്നും വരുമൊന്നുമില്ല. പക്ഷേ ഏതെങ്കിലും ഒരു തരത്തിൽ നമുക്ക് ആ ഒരു ഇൻസിഡൻസ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ അറിയിക്കാൻ വേണ്ടി SSGP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ട്. ഇവിടെ അതിന് ടീച്ചേഴ്സ് ഉണ്ട്, നമുക്ക് അവരുടെ അടുത്ത് ഫ്രീ ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനത്തെ കുറേ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. റാഗിങ് ടിൽ നൗ അത്ര റാഗിങ് തന്നെ ഇല്ല. നമ്മൾ പാട്ട് പാടാൻ പോലും സീനിയേഴ്സൊന്നും വിളിക്കാറില്ല. ആൻറ്റി റാഗിങ് പ്രോട്ടോക്കോൾ രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അത് ഞാൻ ചോദിച്ച സ്റ്റൈപ്പൻഡിൻ്റെ കാര്യമാണ്. നമ്മൾ 4.5 ഇയർ കോഴ്സ് കഴിഞ്ഞാൽ എല്ലാ സപ്ലീസും ക്ലിയർ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഹൗസ് ഏജൻസിയിലേക്ക് കയറാൻ പറ്റുക. അപ്പോൾ ഹൗസ് ഏജൻസിക്ക് കയറുമ്പോൾ നമുക്ക് സ്റ്റൈപ്പൻഡ് വരുന്നത് 23 to 25K ആ ഒരു റേഞ്ചിലാണ് നമുക്ക് സ്റ്റൈപ്പൻഡ് വരുന്നത്. ഗവൺമെൻറ്റിൽ സെൽഫ് ഫിനാൻസിങ്ങിൽ സ്റ്റൈപ്പൻഡ് ഇല്ല എന്നാണ് തോന്നുന്നത്. ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു ലെവലിലല്ല അവരുടെ സ്റ്റൈപ്പൻഡ് ഡീറ്റെയിൽസ്. ഗവൺമെൻറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഹൗസ് സർജനായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്റ്റൈപ്പൻഡ് ഈ ഒരു റേഞ്ചിലായിരിക്കും. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ഉള്ളത്, ദിസ് ഇസ് നോട്ട് ദാറ്റ് ഗുഡ് അപ്ഡേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ 2023 ബാച്ച് തൊട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു എക്സാം വരാൻ പോവാണ്. എന്ന് വെച്ചാൽ നമുക്ക് എൻട്രൻസ് ഉണ്ടല്ലോ, നീറ്റ്, അതുപോലെ തന്നെ എക്സിറ്റ് ചെയ്യാൻ വേണ്ടി നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു എക്സാം. അപ്പോൾ അത് BAMSന് 2023, അതായത് ഞങ്ങളുടെ ബാച്ച് തൊട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. കറൻ്റ്ലി നമ്മളത് വേണ്ടെന്ന് വയ്ക്കാനുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഹെക്റ്റിക്. കാരണം നമ്മൾ ഹൗസ് സർജനായിട്ട് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുമ്പോൾ നമ്മൾ ആ എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ആസ് എ ഡോക്ടർ കിട്ടുള്ളൂ. അതുപോലെ തന്നെ കോൺവൊക്കേഷൻ ചെയ്തിറങ്ങാനും ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. സോ അത് ഒരു കോൺട്രവേഴ്സിയലായിട്ടുള്ളൊരു ഫാക്ടറാണ് ഇപ്പോൾ. പക്ഷെ അത് എടുത്ത് കളയോ ഇല്ലയെന്നൊന്നും അറിയില്ല. കറൻ്റ്ലി ഇപ്പോൾ ഞങ്ങളുടെ ബാച്ച് തൊട്ട് ഉണ്ട് എന്നാണ് നമുക്കപ്പോൾ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിനെ കുറിച്ച് പറഞ്ഞു. സെക്കൻഡ് ഇയറിൽ നമുക്ക് കൂടുതലും ക്ലിനിക്കൽ സബ്ജക്ട്സ് ആയിരിക്കും ഉണ്ടാവുക. ഞാൻ സെക്കൻഡ് ഇയറിനെ സബ്ജക്ട്സിനെ കുറിച്ചും എൻ്റെ ഫസ്റ്റ് ഇയർ എക്സ്പീരിയൻസിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാം. അതുപോലെ തന്നെ ക്യാമ്പസ് ടൂറിനെ കുറിച്ചും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യണമെന്ന് എനിക്കുണ്ട്. ഈ വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ക്യാമ്പസ് ടൂറായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ പേരുടെ ഡൗട്ടായിരിക്കും കോഴ്സ് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ സ്കോപ്പും അതിൻ്റെ ഡീറ്റെയിൽസും. അപ്പം എനിക്കും അത്ര വലിയ ധാരണ ഉണ്ടായിരുന്നില്ല ഇതിനെക്കുറിച്ച്. അപ്പം ഞാൻ ടീച്ചേഴ്സിൻ്റെ അടുത്തും എൻ്റെ സീനിയേഴ്സിൻ്റെ അടുത്തും കൂടെ ചോദിച്ചിട്ടാണ് ഈ ഒരു സെക്ഷൻ ഞാൻ പറയുന്നത്. ബിക്കോസ് ഞാൻ സെക്കൻഡ് ഇയർ എത്തിയിട്ടേ ഉള്ളൂ. ഇപ്പോഴും നമുക്കൊരു ഫുൾ ഐഡിയ കിട്ടി വരുന്നേ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് പ്രോസ് ആൻഡ് കോൺസ് ആയിട്ട് പറയാം. ആദ്യം ഞാൻ കോൺസ് പറയാം, എന്നിട്ട് പ്രോസ് പറയാം. അപ്പോൾ ആദ്യം നിങ്ങൾക്കൊരു നെഗറ്റീവ് കേട്ടിട്ട് പോസിറ്റീവ് കേൾക്കുമ്പോൾ ഒരു ഇതുണ്ടാവുമല്ലോ. ഫസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും MBBS എൻ്റെ ഒരു ഓൾട്ടർനേറ്റ് ചോയ്സ് ആയിട്ടാണ് എല്ലാവരും BAMSനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു ഫാക്റ്റാണ്, ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ഉള്ള ഒരു ഫാക്റ്റാണ്. പിന്നെ ഒരു കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് പ്രിവിലേജ് ഡിഫറൻസ് ഉണ്ടാവും. ഒരു MBBS കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു ഡോക്ടറും നമ്മളും തമ്മിലൊരു പ്രിവിലേജിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും. ബട്ട് ബൈ ഇയർ നമുക്കത് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു ഈക്വൽ വേ എന്ന് വെച്ചാൽ ആ ഒരു എന്താ പറയുക, നമുക്ക് ആ ഒരു ഡിഗ്നിറ്റി നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നൊരു സംഭവം എന്ന് പറയുന്നത്, നമുക്ക് ഈ പഠിച്ചിറങ്ങുന്ന ഡോക്ടേഴ്സിൻ്റെ അത്ര ജോലി സാധ്യത ഈ ഒരു കോഴ്സിന് കുറവാണെന്നാണ് പൊതുവേ പറയാറ്. ഇൻ കേരള പുറത്ത് നമ്മൾ എപ്പോഴും ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള ഒരു മൈൻഡ് സെറ്റിലായിരിക്കണം ഈ കോഴ്സിന് വരുന്നത്. പിന്നെ ഒരു മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇതൊരു ലോങ് ടേം പ്രോസസ്സാണെന്നുള്ള മൈൻഡിൽ കുറിച്ചിടുക. നിങ്ങൾ BAMS കഴിഞ്ഞ് PG ചെയ്ത് നല്ലൊരു ഡോക്ടർ ആവണം എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതൊരു ലോങ് ടേം പ്രോസസ്സ് തന്നെയാണ്. ദർ ഇസ് നോ ഈസി വേ ടു ക്രാക്ക് ഇറ്റ്. അപ്പം ഏറ്റവും അടുത്ത എക്സാംസ് ക്ലിയർ ചെയ്ത് അടുത്ത PGക്ക് ആണെങ്കിലും വേഗം ചെയ്യാനുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഉള്ളൂ. ബട്ട് സ്റ്റിൽ ഇറ്റ് വിൽ ബി എ ലോങ് ടേം കോഴ്സ്. ഓക്കെ, നിങ്ങളുടെ റിലേറ്റീവ്സിനെയും നിങ്ങളുടെ കസിൻസിനെയും നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. ഞാൻ പഠിച്ച ഡോക്ടറൊക്കെ ആക്കി നല്ലൊരു സ്റ്റേബിളായിട്ട് വരുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അതിൻ്റെ കൂടെ ഇപ്പോൾ നിങ്ങൾക്ക് ഫൈനാൻഷ്യലി ആണ് കുറച്ച് പേടി തോന്നുന്നത്, ഇങ്ങനെ സ്റ്റേബിൾ ആകുമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് PGക്ക് പോകുകയാണെങ്കിൽ നമുക്ക് സ്റ്റൈപ്പൻഡ് അത്യാവശ്യം ഒരു ഗവൺമെൻറ് ലെവലിലാണെങ്കിൽ നമുക്ക് സ്റ്റൈപ്പൻഡ് കിട്ടും. ഓക്കെ, അല്ലാതെ BAMS കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ക്ലിനിക്കൽ പ്രാക്ടീസ് ആയിരിക്കും ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അപ്പോൾ സ്റ്റൈപ്പൻഡ് കിട്ടും. ഞാൻ ഞാൻ എൻ്റെ കോഴ്സ് പഠിക്കുമ്പോൾ തന്നെ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ വീഡിയോ പ്രസൻറ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം. ഓക്കെ, ബാക്ക് ടു കോൺസ്. പിന്നെ പറയുകയാണെങ്കിൽ
പിന്നെ മെയിനായിട്ടുള്ള കോൺ പറയാനുള്ളത് നാട്ടുകാരുടെ ഇതായിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് സയൻറ്റിഫിക് ബാക്കപ്പ് ഇല്ലാത്ത ഒരു സയൻസാണെന്ന് പറയാം, സ്യൂഡോ സയൻസ് ആണെന്നൊക്കെ പലരും പറയാം. ഓക്കെ, നമ്മളാണത് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടത് അങ്ങനെയല്ല എന്നുള്ളത്. അപ്പം നാട്ടുകാരുടെ സൈഡിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു നെഗറ്റീവ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ വേണം ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കോൺ എന്ന് പറയുന്നത് നമ്മുടെ സാലറിയാണ്. നമുക്ക് ഒരു MBBS ഡോക്ടർ പുറത്തിറങ്ങി വരുമ്പോൾ ഉള്ള ഒരു പ്രൈവറ്റ് സാലറി ആയിരിക്കില്ല നമ്മുടെ ഒരു BAMS ഡോക്ടർ പഠിച്ചിറങ്ങി വരുമ്പോൾ ഉള്ള സാലറി എന്ന് പറയുന്നത്. അതെന്തായാലും ഡിഫറൻസ് ഉണ്ടാവും. ഐ തിങ്ക് ഗവൺമെൻറ് സെക്ടറിൽ കുറച്ചുകൂടെ ലൈക്ക് ഈക്വൽ ആണ് തോന്നുന്നു, എനിക്കറിയില്ല. ബട്ട് പ്രൈവറ്റിൽ പോകുമ്പോൾ നല്ല ഡിഫറൻസ് വരാറുണ്ട്. ഒരു ഡ്രോബാക്ക് നമ്മൾ ഫേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ആയുർവേദ എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് സിസ്റ്റം അല്ല. അപ്പോൾ കുറേ കൺട്രീസിൽ നമുക്ക് പോയി വർക്ക് ചെയ്യാനുള്ളൊരു പരിമിതി ഉണ്ട്. UAE പറ്റും, ജർമ്മനിയിൽ പറ്റും, അങ്ങനെ കുറച്ച് കൺട്രീസിലാണ് നമുക്ക് പോയി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് നമ്മൾ എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് ലൈക്ക് ഒബ്വിയസ്ലി എക്സാം ക്ലിയർ ചെയ്തിട്ട് വേണം അവിടെ പോയി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഒരു ഡ്രോബാക്കാണ്. ഇനി നമുക്ക് പ്രോസ് പറയാം. എനിക്കറിയാം, അത് കേട്ടപ്പോൾ നമ്മൾ കുറച്ച് ടെൻഷനായിട്ടുണ്ടാവും, ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് അല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ. ഇനി ഒരു പ്രോസ് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ട്രഡീഷനെ അപ്ഹോൾഡ് ചെയ്യുന്ന ഒരു സയൻറ്റിഫിക് വേ ഓഫ് ലേണിംഗ് ആണ് ആയുർവേദ എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യൻ സിസ്റ്റം ഉള്ളിടത്തോളം കാരണം ആയുർവേദം എക്സിസ്റ്റ് ചെയ്യണം. കാരണം ഫോറിനേഴ്സ് ഒരുപാട് പേര് ഇതിനെ നോക്കി വരുന്നവരുണ്ട്. നമ്മളിപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മളൊരു വെൽനസ് സ്പാ ഇടുകയാണെങ്കിൽ അറിയാം, നമ്മൾ ടൂറിസ്റ്റ് മേഖലയിലാണ് അത് ഇടുന്നതെങ്കിൽ ഒബ്വിയസ്ലി കുറേ ഫോറിനേഴ്സ് ഇത് അന്വേഷിച്ച് വരുന്നവരുണ്ട്. അപ്പം അതൊരു പ്രോ ആണ്. അപ്പോൾ ഒബ്വിയസ്ലി ആ ഒരു സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ടല്ലോ, അത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക്. പിന്നെ PG ചെയ്യുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി സ്റ്റൈപ്പൻഡ് കിട്ടും. അത്യാവശ്യം ഒരു 40-45K ആണ് നമ്മുടെ സ്റ്റൈപ്പൻഡ് റേഞ്ച്. അപ്പോൾ ആ ഒരു സ്റ്റൈപ്പൻഡ് കിട്ടും, അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അതേപോലെ കുറേ നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആയുർവേദ NIA രാജസ്ഥാനിലാണെന്ന് തോന്നുന്നുള്ളത്. അപ്പം അവിടെയൊക്കെ നല്ല റിസർച്ച് ഫെലോ ആയിട്ട് നമുക്ക് പോകാം. നമ്മുടെ ഇവിടെ ഒരു ടീച്ചർ തന്നെ നമുക്ക് എയിംസിൽ റിസർച്ച് ഫെലോ ആയിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ കുറേ റിസർച്ച് ഫീൽഡിലേക്ക് പോവുകയാണെങ്കിൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. PG ചെയ്യുകയാണെങ്കിൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് MBBS ആയിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും ഒരു ക്ലിനിക്ക് ഇട്ടിരിക്കുമ്പോൾ ഒരു നല്ല എമൗണ്ട് ഓഫ് പേഷ്യൻസിനെ കിട്ടാൻ ചാൻസ് കുറവാണ്. പക്ഷേ BAMS മാത്രം മതി നമുക്കൊരു ആയുർവേദ പ്രാക്ടീഷണറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒബ്വിയസ്ലി MBBS എന്ന് പറയുമ്പോൾ അവർ ഒരു നല്ല സ്പെഷ്യാലിറ്റി എടുക്കാണ്ട് അവരൊരു ക്ലിനിക്ക് ഇടുന്ന സമയത്ത് അവർക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് ആ ലിമിറ്റേഷൻ കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ അതേപോലെ NCISM, അതായത് നമ്മുടെ സിലബസ് ഇടുന്ന ഓർഗനൈസേഷനാണ് NCISM. അപ്പോൾ അതേപോലെ QC, നമ്മുടെ ഇവിടെ ഇൻസ്പെക്ഷൻ വരുന്ന ടീമാണ് QCI. അവർക്കൊക്കെ നമ്മുടെ BAMS ഡോക്ടേഴ്സിനായിട്ടൊരു പോസ്റ്റ് ഉണ്ടാവും. അങ്ങനത്തെ ഓഫീസസിൽ നമുക്ക് കയറാൻ പറ്റും. അതേപോലെ ആയുഷ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റാണ് ആയുഷ്, ഒരു പ്രോഗ്രാമാണ് ആയുഷ്. ആയുഷിലും കുറേ BAMS ഡോക്ടേഴ്സ് ഉണ്ട്. അതേപോലെ യോഗ എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ കരിക്കുലത്തിൽ നമുക്ക് യോഗ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങൾക്ക് തന്നെ ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം യോഗയ്ക്കായിട്ടുണ്ട്. അപ്പോൾ ഒരു യോഗ ഗൈഡ് അല്ലെങ്കിൽ യോഗ പ്രാക്ടീഷണറായിട്ട് നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എവിടെ വർക്ക് ചെയ്യാനും റെഡി ആവണം. നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം. അത് ഈ കരിയർ എന്നല്ല, ഏത് കരിയറിനാണെങ്കിലും നമ്മൾ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് വരണം. പിന്നെ നമ്മൾ യൂട്യൂബ് തുറക്കുമ്പോഴൊക്കെ BAMSനെ കുറിച്ച് കുറേ നെഗറ്റീവ്സ് കേൾക്കാൻ പറ്റും. പക്ഷെ നമ്മളത് പ്രൂവ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ കരിയറിൽ അത് അങ്ങനെയല്ല. നമ്മൾ ഒരു ഇൻഡിവിജ്വലാണ്, നമ്മുടെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യേണ്ടത് നമ്മളാണെന്നുള്ളൊരു ബോധം എപ്പോഴും വേണം. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മളാണ് നമ്മുടെ പ്രൈം ഫാക്ടർ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റമാണ്. ടീച്ചേഴ്സ് ആണെങ്കിലും പാരൻസ് ആണെങ്കിലും പാർട്ട്ണർ ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ നമ്മുടെ ഒരു സപ്പോർട്ടിങ് ഫാക്ടറാണ്. നമ്മളെങ്ങനെ കരിയറിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മൾ മാത്രമാണ്. ആൻഡ് ഓൾസോ നമുക്ക് ഒരു സെക്കൻഡ് ഇയർ ലാസ്റ്റ് ഫൈനൽ ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം ഒരു ധാരണയാണ് നമ്മൾ എന്താണ് BAMS കഴിഞ്ഞ് ചെയ്യാൻ പോകുന്നതെന്ന്. പലർക്കും ആ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് BAMS കഴിഞ്ഞ് സ്റ്റക്കായി നിന്ന് പോകുന്നത്. പിന്നെ മാക്സിമം നമ്മുടെ കോളേജസിലുള്ള അക്കാഡമിക് റിലേറ്റഡുള്ള ആക്ടിവിറ്റീസ് അതൊക്കെ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യുക. അങ്ങനെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ആഡ് ഓൺ ആണ് എല്ലായിടത്തും കിട്ടുന്നത്. ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അതൊരു ആഡ് ഓൺ ആണ്. അങ്ങനെ വേറൊരു നിങ്ങൾക്ക് PG ചെയ്യുമ്പോൾ അതൊരു ആഡ് ഓൺ ആണ്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ നമുക്കത് എപ്പോഴും ഒരു ആഡ് ഓൺ ആണ്. അപ്പോൾ അതൊക്കെ നല്ലോണം ചെറിഷ് ചെയ്യുക, നല്ലോണം നമുക്കിതിനോട് എങ്ങനെയെങ്കിലും നമുക്ക് സർവൈവ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം പിന്നെ കുറേ ഇൻ്റർഗ്രേറ്റഡ് കോഴ്സസ് വരാനുണ്ട്. എന്ന് വെച്ചാൽ നിംഹാൻസ് പോലെയൊക്കെ അവിടെയൊക്കെ MBBSും പഠിക്കുന്നുണ്ടാവും. നമുക്ക് PG നമ്മുടെ PG ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഡോക്ടേഴ്സായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഒരു എന്നോട്ടെന്ന് പറയാനുള്ളത് നമ്മളെ നല്ലോണം അപ്ഹോൾഡ് ചെയ്ത് പിടിക്കണം. ഇൻഡിവിജ്വലി നമുക്കൊരു ധാരണ വേണം നമ്മൾ എങ്ങോട്ട് പോകണം എന്നുള്ളത്.
തിയറീനേക്കാളും നമുക്ക് പ്രാക്ടിക്കൽ നല്ല ഒരു നോളേജ് ഉണ്ടാക്കിയിട്ട് വേണം കോളേജിൽ നിന്ന് ഇറങ്ങുന്നത്. ഞാൻ എന്നോടും കൂടെ പറയാൻ കേട്ടോ. സോ നിങ്ങളുടെ ഏകദേശം ഡൗട്ട്സൊക്കെ ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ DM me ഓൺ ഇൻസ്റ്റഗ്രാം. ഹോസ്റ്റലിനെ കുറിച്ചും ഹോസ്റ്റൽ ടൂറും ക്യാമ്പസ് ടൂറും ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ DM me ഓൺ മൈ ഇൻസ്റ്റഗ്രാം. ഓക്കെ, ടിൽ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.